അത്യത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും പ്രയോജനം ലഭിക്കും എന്ന് നമുക്കറിയുന്ന ഒരു കാര്യം, സകല മനുഷ്യർക്കും ഗുണമുണ്ടാവും, സകല മനുഷ്യർക്കും നന്മയുണ്ടാവും എന്ന് നമുക്കറിയുന്ന ഒരു കാര്യം. ആ ഒരു കാര്യത്തെക്കുറിച്ച് ആരോടും പറയാതെ, മിണ്ടാതെ നമ്മൾ മാത്രം അത് ആസ്വദിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഈ ലോകത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി പാർക്കിനെ പോലുള്ള ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ ഇതിലുള്ള ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് പോലുള്ള അതിശക്തമായ ടൂളുകൾ, ഇതൊക്കെ ചെയ്ത് ജീവിതത്തിൽ തുല്യതയില്ലാത്ത മാറ്റം, അകത്ത ലോകത്ത് കൃത്യമായി മാറ്റം വന്ന ഒരുപാട് ആളുകൾ, ആ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ ഒളിപ്പിച്ച് ഞാൻ ഈ ഒരു മാറ്റത്തിലൂടെ കടന്നുപോയി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടായി, എനിക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായി, എനിക്ക് അസുഖങ്ങൾ കുറഞ്ഞു, മനസ്സ് തെളിഞ്ഞു, ഇങ്ങനെയുള്ള ഒട്ടനവധി നന്മകൾ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു തിന്മ. കാരണം എല്ലാവർക്കും ഇത് അറിയണം, ഇത് നമ്മുടെ എല്ലാവർക്കും ബോധ്യമാണ്. ഈ ഒരു സത്യം എല്ലാവർക്കും അറിയണമെന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നന്മയുണ്ട്, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്തതായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നമ്മളൊക്കെ ഒരു കാലത്ത് പരിഹാരം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ പരിഹാരമായി എന്നത് അനുഭവിച്ച ആളുകളുടെ അവരുടെ അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി. അന്ന് ഒരുപാട് ആളുകൾ അതിൽ പറഞ്ഞു, അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. ഇനിയും ഒട്ടേറെ ആളുകൾ, അന്ന് പങ്കെടുക്കുവാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു സമയമാണിത്. എന്ത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, എന്ത് മാറ്റമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായത്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഈ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ, ഒരുപക്ഷെ അവർക്ക് വലിയൊരു പ്രതീക്ഷയായിരിക്കും, വലിയൊരു സമാധാനമായിരിക്കും. ജീവിതത്തിൽ ഏതൊരു മാറ്റവും സാധ്യമാണ്. ഏത് രോഗത്തെയും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഏത് ആളിക്കത്തുന്ന മനസ്സിനെയും ശാന്തമാക്കാൻ പറ്റും. എത്ര സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളെയും മനോഹരമായി വിളക്കി ചേർക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭവാർത്ത അതെല്ലാവർക്കും വളരെ നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവര് ഈ ഒരു സമയത്ത് അവരുടെ അനുഭവങ്ങൾ, അവരുടെ നന്ദി പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ്. സോ ഇന്ന് ഞാൻ അവരെയാണ് ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന EFT പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ലൈഫിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അവർക്കിപ്പോൾ സംസാരിക്കാം. ഫസ്റ്റ് ഒരാൾ വരും. ഹലോ ഹലോ, കണ്ണൂരിന്നാണ് സാർ, സജ്ജന ചന്ദ്രബാബു. പറയൂ. സാറിന്റെ മെഡിറ്റേഷനിൽ കൂടിയാണ് ഞാൻ ഹാപ്പി പാർക്കിലേക്ക് വന്നത്. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്ന്. അപ്പൊ സാറിനെ നേരിട്ട് കാണാൻ വന്നപ്പോ സാറ് പറഞ്ഞു ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു ഒരുപാട് പ്രോബ്ലം. അപ്പൊ സാറ് പറഞ്ഞു EFT ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ EFTയിലേക്ക് വന്നു. EFT ചെയ്തപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മെന്റലിയും ഫിസിക്കലിയും നല്ല മാറ്റം വന്നു. പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡും കുറെ മാറിപ്പോയി. ഒരുപാട് റിസൾട്ട് ഉണ്ട്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി അറിയിക്കുന്നു. ഹസ്ബൻഡ് ഇപ്പോ നേരത്തെ ഹസ്ബൻഡ് നിങ്ങൾ കൂടിയല്ലേ ഡിമോറയിലല്ലേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട്? അല്ല, രാമനാട്ടുകര. അവിടെ പ്രോഗ്രാമിനാണോ പങ്കെടുത്തത് ആദ്യം? അവിടെ EFT ചെയ്തു. എന്നിട്ട് കോഴിക്കോട് വന്ന് ചെയ്തു. ശരി. 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. വെരി ഗുഡ്. നല്ല മാറ്റമുണ്ട് അല്ലേ? ഓ, നല്ല മാറ്റമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റാണ് സാർ. EFTയിൽ കൂടി. അന്ന് സാറിനോട് പറയാൻ പറ്റിയില്ല. അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. കണ്ണൂരല്ലേ വീട്? കണ്ണൂര്. ശരി. നെക്സ്റ്റ് വൺ. ഹലോ, നമസ്കാരം.
ആ, ഹലോ ഹലോ സർ, ഞാൻ ഹലോ അബ്ബാസ് മാഷാണ്. ഒരാൾ സംസാരിക്കും. അബ്ബാസ് മാഷാണോ അതെ, സുരേഷ് ആണോ? ആരാ സംസാരിക്കുന്നത്? അബ്ബാസ് മാഷ്. അബ്ബാസ് മാഷ് ആദ്യം സംസാരിച്ചോളൂ, അതിനുശേഷം സുരേഷ് സാർ സംസാരിക്കാം. ഓക്കെ. സർ, ഏതായാലും നല്ല ഒരു സുഖാണ് ഇപ്പൊ ഇതിന് ശേഷം അനുഭവപ്പെടുന്നത്. മാനസികമായ സുഖം, അതുപോലെ തന്നെ ചിന്തകൾ ഒരുപാട് കുറഞ്ഞു. അതുപോലെ തന്നെ എനിക്കൊരു അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതെയായി. ഇപ്പൊ സന്തോഷത്തോടെയാണ് ഉണരുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും വ്യായാമങ്ങളും മറ്റൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പല ഹൈ ഫ്രീക്വൻസിയുള്ള വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടാനുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനസ്സിൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചോ അത്തരം കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ ഈ EFT ഒക്കെ ചെയ്ത ശേഷം രാവിലെ ഉണർന്ന് കുറച്ച് വ്യായാമങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് നല്ല ഉന്മേഷമാണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ എൻ്റെ മോളെ കല്യാണമാണ് ഈ മാസം 31. അതൊക്കെ ഞാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്. എന്തായാലും എന്തൊരു പ്രത്യേക സുഖമാണ് ലഭിക്കുന്നത് മനസ്സിന്. ശാരീരികമായും മാനസികമായിട്ടും നല്ലൊരു സുഖം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് അകന്നിരുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാനും. സന്തോഷം അബ്ബാസ് സാർ, കല്യാണം ഉഷാറായി നടക്കട്ടെ. ഓക്കെ, നല്ല അനുഭവമാണ്. ഏതായാലും സന്തോഷം. ഞാൻ സാറെ ഈ ട്രഷർ കോഴ്സിനും പങ്കെടുക്കുന്നുണ്ട്. അതിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. സാറിന് ഫോളോവർ ആയിട്ട് ഒപ്പം ഉണ്ടാവും എന്ന് കൂടി അറിയിക്കുകയാണ്. ഓക്കെ. ശരി സാർ. സുരേഷ് സാർ സംസാരിച്ചോളൂ. സർ, EFT ചെയ്യാൻ തുടങ്ങിയ ശേഷം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ മെയിൻ പ്രശ്നം ഉറക്കക്കുറവ്, അതുപോലെ ഡിപ്രഷൻ ഇതൊക്കെ ആയിരുന്നു. അതിനൊക്കെ കുറെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ അത് കുറെ വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് എന്റെ മാറുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഡെയിലി EFT ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് മറ്റേ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ എന്റെ മെന്റർ നാജിദ മാഡമാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത് സമയത്തും വിളിച്ചാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ തീരുമാനം. അപ്പൊ ഞാൻ എന്റെ ട്രഷറിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐഡിയ ഇല്ല. എന്തായാലും സാറിനും നായിക മാഡത്തിനും എല്ലാവർക്കും വളരെയധികം നന്ദി. ഉറക്കത്തിന്റെ പ്രശ്നം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ അത് മെല്ലെ ശരിയാവുള്ളൂ. അപ്പൊ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനം. എല്ലാവർക്കും, സാറിനും നായിക മാഡത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു. സന്തോഷം. ഹലോ സാർ, നമസ്കാരം. എറണാകുളത്തെ പ്രോഗ്രാമില്ലേ സാർ ഉണ്ടായിരുന്നത്? അതെ സർ, അതെ. ശരി, അടുത്ത പ്രോഗ്രാം. ആരാണ്? ഒരാൾ സംസാരിക്കും. പേരെന്തായിരുന്നു? സർ, എൻ്റെ പേര് ഷാമില. പറയൂ. ഞാൻ എറണാകുളത്ത് സാറിന്റെ ജൂലൈ 28 ഉണ്ടായ EFT ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ. അപ്പൊ അതിനുശേഷം സാർ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക്. ആദ്യമായിട്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു നടുവേദനയുടെ പ്രശ്നം വരുമായിരുന്നു. അത് കുറെ സമയം നിൽക്കുമായിരുന്നു. അതൊരു 4 വർഷത്തോളായിട്ട് എനിക്ക് അതിന് ഉണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് EFT ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്കിപ്പോ ആ നടുവേദന മാറിപ്പോയി. സത്യം പറഞ്ഞ ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ നടുവേദന ഉണ്ട് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോ അത് മറന്നു പോണു. അതല്ലെങ്കിൽ അങ്ങനെ ചെരിഞ്ഞെഴുന്നേറ്റ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് എഴുന്നേറ്റിരുന്നത്. ഇതെനിക്ക് തീർത്തും മാറിക്കിട്ടി. അതിന് സാറിനോടും ഹാപ്പി പാർക്കിനോടും മെന്റേഴ്സിനോടും പ്രത്യേകിച്ച് എന്റെ മെന്ററായ സന ടീച്ചറോടും വളരെയധികം നന്ദിയുണ്ട്. ഇതിന് വഴിയൊരുക്കി തന്ന പ്രപഞ്ചനാഥനും നന്ദി പറയുന്നു. പിന്നെ സാർ, ഇപ്പൊ ശരിക്കും പറഞ്ഞ മൈൻഡ് സാർ പറഞ്ഞ പോലെ ഒരു കുട്ടികളുടെ ഒരു മൈൻഡ് പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാം സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നു കിട്ടുന്നുണ്ട്. അതിലെനിക്ക് വലിയ അത്ഭുതമുണ്ട്. EFT ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയാ, ഒരു കാഴ്ച വൈകല്യമുള്ള ഒരാൾക്ക് ഒരു കണ്ണട കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ കാണുന്നു അതുപോലെയാണ് ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് കാണുന്നത്. അതായത് അതുപോലെ എനിക്ക് അത്രയും തെളിച്ചത്തിലും വിശാലായിട്ടാണ് ഞാനിപ്പോ ലൈഫ് കാണുന്നത്. എനിക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. എല്ലാവരോടും നന്ദി. സാർ എപ്പോഴും പറയല്ലോ എല്ലാവരോടും നന്ദി പറയണം. ആ നന്ദി പറയുമ്പോൾ ഇത്രയധികം ഇഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിലൂടെയാണ് എനിക്ക് എല്ലാവരോടും ഒരു സ്നേഹം, അത് ആരോടും എനിക്ക് ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നണില്ല. അവരുടെ സ്ഥാനത്ത് ഞാൻ അവരെന്ത് ചെയ്താലും ഒരു എന്താ പറയാ, എനിക്ക് മോശമായിട്ട് ചെയ്താലും എനിക്കത് എന്താ പറയാ അവരുടെ പക്ഷത്തുനിന്ന് ന്യായം കണ്ടെത്താൻ പറ്റുന്നുണ്ട്.
അതുപോലെ എന്താ പറയുക, ശരിക്കും സാറ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു നല്ല മനുഷ്യരെയാണ് സാറ് വാർത്തെടുക്കുന്നത്. നന്മയും നല്ല ഹൃദയമുള്ള മനുഷ്യരാണ് സാറ് വാർത്തെടുക്കുന്നത്. അതിന് സാറിന് എന്താ പറയാ, ഒരുപാട് നന്ദിയുണ്ട്. സാറിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും മെന്റേഴ്സിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഞാൻ സന ടീച്ചറെ പറയുന്നു. കാരണം ഇത്ര സമയം എടുത്തിട്ടാണെങ്കിലും എന്റെ എന്ത് പ്രശ്നം പറഞ്ഞാലും സന ടീച്ചർ അത് നന്നായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഒരുപാട് നന്ദി. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഇനിയും എനിക്ക് TA പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. കോഴിക്കോട് ആയതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പങ്കെടുത്തില്ല. അപ്പൊ എറണാകുളത്ത് അതിന് വരണേ എന്നാണ് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. എനിക്കതിൽ പങ്കെടുക്കണം തീർച്ചയായിട്ടും. എനിക്ക് വീണ്ടും ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ തന്നെ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കണം എന്നാണ് ആഗ്രഹം. അത്രയധികം എനിക്ക് മാറ്റങ്ങളും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ. വളരെ സന്തോഷം. സന ടീച്ചർ നിങ്ങളെ മെന്റർ എന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. നല്ല മെന്ററാണ്. നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ഉണ്ടായിരുന്നില്ല അന്ന്? ആളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആള് തൃശ്ശൂര്, ഞാൻ എറണാകുളത്താണ്. അവരുടെ ആൾക്കും അത് അവർക്കും അതിവിടെ ഉണ്ടോ? ഷക്കി ഉണ്ട്. ഷക്കി പറയ് ഷക്കി. സാറേ ഹലോ. സാറേ എനിക്കും വളരെയധികം മാറ്റമുണ്ട്. ഞാനും EFT ദിവസവും ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ടെൻഷനൊക്കെ നന്നായി കുറഞ്ഞു. പിന്നെ എനിക്ക് ഉറക്കം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉറക്കമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര കഫക്കെട്ട് ചുമയൊക്കെ ആയിട്ട് ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാ വന്നത്. അതിപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എനിക്ക് സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ സാറിന്റെ മെഡിറ്റേഷൻ കണ്ടിട്ടാണ്, അതിൽ കൂടിയാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ഷാമിലയും എന്റെ കൂടെ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. എന്റെ കുറെ കാര്യങ്ങള് ഞാൻ സൺഡീസോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കുറെ എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട്. സൺഡീസർ ശരിക്കും ഒരു കൂടപ്പിറപ്പിനെ പോലെ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. എനിക്ക് എപ്പോഴും എല്ലാ സംശയവും ആള് തീർത്തു തരും. എനിക്ക് വളരെയധികം നന്ദിയും സ്നേഹമുണ്ട് സന ടീച്ചറോട്. പിന്നെ സാറിനോടും വളരെയധികം നന്ദിയുണ്ട്. ഹാപ്പി പാർക്കിലെ എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് കൂടുതൽ പറയാനായിട്ട് ഇങ്ങനെ അറിയാത്ത കാരണം ഞാൻ ഭയങ്കര സന ടീച്ചറോട് പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഒരു ഇതുള്ള ആളാണ് ഞാൻ. അപ്പോ എനിക്ക് ഇത്രയ്ക്ക് പറയാൻ കിട്ടുന്നുള്ളൂ. ഞാൻ വളരെയധികം നന്ദിയുണ്ട് സാറേ. വളരെയധികം നന്ദിയുണ്ട്. സന്തോഷം. വളരെ സാറേ വണ്ടൂരിന്ന് ഐഷ സംസാരിക്കട്ടോ, വൈഫ്. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പങ്കെടുത്തിന്നല്ലോ EFT. പറയൂ. ഹലോ, എനിക്ക് നല്ല സുഖാണ്. ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. മനസ്സമാധാനമൊന്നും ഇല്ല. ഇപ്പൊ മനസ്സമാധാനമൊക്കെ നല്ല സന്തോഷത്തിലാണ്. പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നൂലായിരുന്നു. ഇപ്പൊ മോന്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ തോന്നിയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് എവിടേക്കും പോവാൻ തോന്നൂല. പിന്നെ തലവേദനക്ക് കുറവുണ്ട്. കുറെ കുറവ് തന്നെയാണ്. 1 വർഷമായി ഞങ്ങൾ പങ്കെടുക്കൽ തുടങ്ങിയിട്ട്. എന്നും മെഡിറ്റേഷൻ കേൾക്കും, എന്നും EFT ചെയ്യും. പിന്നെ ക്ലാസ്സുകളില് മലപ്പുറത്ത് മാത്രമേ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ. നിങ്ങളെ മകനോട് നന്ദി പറയണം. ഷമീർ അറിയാം. ഷമീർ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവുന്ന ആളാണ്. നിങ്ങളെ കൊണ്ടുവന്നത്. ഷമീറാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഞങ്ങള് 1 വർഷം കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഞങ്ങള് ഇതുവരെ മുടക്കിയിട്ട് തന്നെ ഇല്ല. എന്നും രാവിലെ കേൾക്കും. പിന്നെ രാവിലെ 4 മണിക്ക് നീച്ച അപ്പൊ EFT ചെയ്യും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഉണ്ടാക്കാൻ പോരുള്ളൂ. അങ്ങനെ എല്ലാം ചെയ്ത് കണ്ട് ഒരു കാര്യം, ഈ ആയിഷയെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവര് നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ഓഫീസിലോട്ട് ഷമീർ സാർ നമ്മുടെ പ്രൊഫഷണൽ ഹീലിംഗിലൊക്കെ ഉള്ള ഒരാളാണ്. ഓഫീസിലോട്ട് വന്ന സമയത്തുണ്ടായിരുന്ന നിങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ? എവിടെ വേദന എന്ന് ചോദിക്കുകയാണെങ്കിൽ വേദന ഇല്ലാത്ത സ്ഥലമില്ല. എല്ലായിടത്തും വേദന തന്നെയാണ്. എല്ലായിടത്തും തല മുതല്. പിന്നെ ഇപ്പൊ ഇങ്ങനെ റൈക്കി ചെയ്യും. ഇടയ്ക്കിടക്ക് റൈക്കി തെറാപ്പി പോയി ചെയ്തു പോരും. പിന്നെ വേദനകള് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളതല്ലേ, അതിങ്ങനെ എല്ലിന് കുഴപ്പമുള്ളതല്ല. ഏതായാലും ഞാൻ പറയുന്നത് വളരെ സന്തോഷം. 1 വർഷം മുമ്പ് നമ്മളെ EFTയിൽ പങ്കെടുത്താണ് മലപ്പുറത്ത്. ഒരു ദിവസം പോലും വിടാതെ ഭാര്യയും ഭർത്താവും നിരന്തരമായിട്ട് അത് ചെയ്തു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേദനകൾ കുറഞ്ഞു, അതുപോലെ തന്നെ ടെൻഷൻ കുറഞ്ഞു, മനസമാധാനം കൂടി. ഇതൊക്കെ ശരിയല്ലേ? ഉറക്ക് കൂടി. യെസ്-ഓർ-നോ ആയിഷ, ഇതൊക്കെ ശരിയല്ലേ? ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല.
നമ്മുടെ ഓഫീസിൽ വരുന്ന മനസ്സിലായിട്ടില്ല, സമയത്ത് ഇതൊരു വോയിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഓഫീസിൽ വരുന്ന സമയത്ത് അവർക്ക് എന്താ പറയാ, ഇല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും വേദന. അന്ന് എല്ലായിടത്തും വേദനയായിരുന്നു. തല മുതൽ ഇപ്പൊ സമാധാനായില്ലേ? സ്വർണോ മനസ്സമാധാനം ഉണ്ട്, നല്ല മനസ്സമാധാനം ഉണ്ട്. പിന്നെ EFT എന്നും ചെയ്യും, രണ്ടുപേരും എന്നും ചെയ്യും. ഗുഡ് ഗുഡ്. അപ്പൊ ഈ EFT ചെയ്യുമ്പോ മനസ്സിന്റെ മാത്രമല്ല ശരീരത്തിന്റെ വേദനയും കുറയില്ലേ? അങ്ങനെയല്ലേ? നമുക്ക് വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വരൂലേ EFT കൂടെ? പ്രഷർ, ഷുഗർ, മനസ്സാണ് ക്യാൻസർ വരെ മാറും. മനസ്സാണ് എല്ലാത്തിന്റെയും ഒരു തുടക്കം അല്ലേ? എന്തേലും അത് പിന്നെ അന്തരാവയങ്ങൾക്ക് ബാധിക്കുന്ന പിന്നെ സാറ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എല്ലാം റാഹത്താണ്. പിന്നെ അൽഹംദുലില്ലാ അറിയാം. ഞാൻ അന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ല, അതും കൂടി സാധിക്കണം. എനിക്കത് സാധിച്ചിട്ടില്ല. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യേക്കാരം. ഹജ്ജിന് പോവാനാ? അതിനൊരാഗ്രഹം ഉണ്ട്. അത് വിളി എത്തുന്ന സമയത്ത് പോകാൻ പറ്റും. ഓക്കെ, സാധിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. ശരി, അടുത്ത ആരായിരുന്നു? ഞാൻ സുമയ്യ. പറയൂ. ഞാന് എന്റെ ഹസ്ബൻഡിന്റെ ഒപ്പമാണ് വന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു കൂട്ടായിട്ട് വന്നതാണ്. സത്യം പറഞ്ഞ EFT എന്താണോ ഒന്നും അറിയാതെ തന്നെയാണ് വന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കൂട്ടം എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ വന്നേ. അദ്ദേഹം കുറെ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, EFT ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ എന്നോട് പറയും, നീയും ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാലും എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം വന്നു, ഇതെന്താണെന്ന് അറിഞ്ഞു. ഇതിലിപ്പോ പലരും പറഞ്ഞൊരു കുറെ നാളുകളായിട്ട് EFT ചെയ്യുന്നവരും മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നവരുമാണ്. സത്യം പറഞ്ഞാൽ ഞാനാന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നതും ഇത് എല്ലാം ചെയ്യാൻ തുടങ്ങിയതും. പക്ഷെ ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പലരും പറഞ്ഞ പോലെ ഒരു കാഴ്ചകൾ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ മനസ്സാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പെട്ടെന്നൊരു ദേഷ്യം വന്നാലും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും നമുക്കൊരു വൺ സൈഡ് അല്ല, മറ്റുള്ളവരുടെ സൈഡ് കൂടി ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കറക്റ്റായിട്ട് EFT ചെയ്യാന് മാജിദാമാടാണ് ഞങ്ങളുടെ മെന്റർ. കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ പോകാൻ EFT മാജിദാമ. സന്തോഷം. കറക്റ്റായിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വിളിച്ച് ചോദിക്കാം. നമ്മളോട് ഫോൺ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ശരിക്കും ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകണം എന്നൊക്കെ നാം എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെയാണ് ആഗ്രഹം. കാരണം പലരും കുറെ നാളുകളായിട്ട് ചെയ്ത് റിസൾട്ട് വരുന്നവരാണ്. പക്ഷെ എനിക്ക് ചെറിയ കാലയളവ് കൊണ്ടാണ് എനിക്ക് റിസൾട്ട് ഉണ്ടായത്. അപ്പൊ എന്താണേലും ഞാൻ തീർച്ചയായിട്ടും ഇത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വേണം. നമ്മൾ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഒത്തിരി മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ടുവന്നു, ഇതെന്താണെന്ന് അറിയിച്ചു തന്നു. അതുകൊണ്ടാണല്ലോ എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഹസ്ബൻഡിനോടാണ് നന്ദി പറയണേ. പിന്നെ സാറിനോട്. കാരണം കുറെ നാളുകളുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങള് സാറിന്റെ അടുത്ത് നിന്നാണ് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയത്. എന്റെ ഹസ്ബൻഡിന് കുറെ മാറ്റങ്ങൾ വന്നത് സാറിന്റെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് സാറിനും വലിയൊരു അതെ. ഞാൻ ഹസ്ബൻഡ് തലവേദന എങ്ങനെ അവരുടെ തലവേദന എങ്ങനെയുണ്ട്? ഇപ്പൊ മാറ്റില്ലേ ഷമീർ സാർ? തലവേദന എങ്ങനെയുണ്ട്? ഉണ്ട് സാറേ, മാറ്റമുണ്ട്. ഉണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോ ഞാൻ ചോദിക്കുന്നത്, നമ്മള് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, EFT എന്ന് പറഞ്ഞ ഈ ഒരു ടൂളിലേക്ക് പങ്കെടുക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ലൈഫ് പഴയതുപോലെ തുടരുമായിരുന്നു. ഇതാ അതിന്റെ ഏറ്റവും വലിയൊരു. അപ്പോ ഇതുപോലെ തന്നെ പോയെന്ന് സാറേ. കാരണം എന്തോ ഒരു മൂടല് പോലെ, എന്തൊക്കെയോ ഒരു
എന്താന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിപ്പോ ഒരു മാറ്റം വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലായിരുന്നല്ലോ എന്ന് മനസ്സിലായത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നത്, അടുത്ത EFTയുടെ ബാച്ച് കോഴിക്കോട് വരുന്നത് ഓഗസ്റ്റ് 25-ാം തീയതിയാണ്, ഞായറാഴ്ച. എറണാകുളത്ത് വരുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അത് ട്രഷറിന്റെ ഭാഗമായിട്ടാണ് ഈ 2 കോഴ്സും വരുന്നത്. ഓക്കെ, സംസാരിച്ചു. ഏതാ? സെപ്റ്റംബർ 1 സാറേ? സെപ്റ്റംബർ 1-നാണ് എറണാകുളത്ത് വരുന്നത്. ആദ്യം പങ്കെടുത്തവർക്ക് റിപ്പീറ്റ് ചെയ്ത് പങ്കെടുക്കാം. ഓഗസ്റ്റ് 25-നാണ് കോഴിക്കോട് അടുത്ത EFT വരുന്നത്. ഓക്കെ, ഒരാളോട് സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, ഞാന് ഫാത്തിമയാണ്. പറയൂ. കേൾക്കുന്നില്ലേ? കേൾക്കാം. നല്ല കൈവേദനക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ EFT ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വെച്ചിട്ട് അവിടെ വന്ന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയുണ്ട്. ഞാന് അതിനു വേണ്ടിയിട്ടാണ് EFT ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ട് മാറും തന്നെയാണ് എന്റെ മനസ്സിപ്പോഴും പറയുന്നത്. എനിക്ക് മനസ്സമാധാനം ഉണ്ട്. പിന്നെ മാജിദ മാഡത്തിനോട് എപ്പോഴും ഞാൻ ചോദിക്കലുണ്ട്. എനിക്ക് എപ്പോഴും ഓള് ക്ലാസ് പറഞ്ഞു തരലുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ അതിനാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നത്. എനിക്ക് ആ ടെൻഷൻ മാറി കിട്ടണം, ആ പ്രശ്നം മാറി കിട്ടണം. EFT ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അതിന് EFTയിലുള്ള എല്ലാവരോടും നന്ദി പറയാന്. ഓക്കെ. അതായത് അവർക്ക് വേദന ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തില്. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വിഷയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോ ടെസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഡോക്ടേഴ്സ് പറയും. ഒരു സ്ഥലത്ത് പോയിട്ട് കാണിക്കുകയാണെങ്കിൽ അവര് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതേ സംഭവം ആ റിസൾട്ട് ഉണ്ടായാലും മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് അതെല്ലാം വീണ്ടും ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യലൊന്നും ഭയപ്പെടാതിരിക്കുക, അവർക്ക് വളരെ നോർമൽ ആയിട്ട് പോകും. ഒരു സംശയമില്ല. EFT എന്ന് പറയുന്ന ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഉന്നതി ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ ശരി, വളരെ സന്തോഷം. മനസ്സിന് സമാധാനം കൂടി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കൈവേദന മാറി എന്ന് പറഞ്ഞു. എല്ലാ ആശ്വാസവും ഉണ്ടായി. മൊത്തത്തിൽ കാഴ്ചപ്പാട് തന്നെ, ജീവിതത്തിലെ കാഴ്ചപ്പാട് തന്നെ മാറ്റം ഉണ്ടായില്ലേ? ടെൻഷൻ തന്നെ ഒരു മാറ്റം ഉണ്ടെന്നുള്ളതാണ് നല്ല ഇത്. ഓക്കെ, വളരെ സന്തോഷം. ഇനി ആരെങ്കിലും എന്താ പറയാ, ഏതായാലും വളരെ സന്തോഷം. ഈ ഒരു അത്ഭുത ടൂള് എല്ലാവരും കരഗതമാക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയുവാനുള്ളത്. അടുത്ത EFTയുടെ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുന്നത് ഓഗസ്റ്റ് 25-നും മറ്റത് സെപ്റ്റംബർ 1-നുമാണ്. അത് രണ്ടും ട്രഷറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ പബ്ലിക്കായ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ ട്രഷറിന്റെ ആളുകൾക്ക് അതിൽ പേയ്മെന്റ് ഒന്നും വേണ്ട, സൗജന്യമായിട്ട് പങ്കെടുക്കാം. ട്രഷറിന്റെ ഭാഗമാണ്. ട്രഷറിന്റെ ഭാഗമായിട്ട് അവർക്ക് 7 കോഴ്സുകൾ ഉണ്ടാവും. അതിൽ ഒരു കോഴ്സ് EFTയുടെ ബേസിക് ഉണ്ട്, EFTയുടെ അഡ്വാൻസ് ഉണ്ട്, EFTയുടെ മാസ്റ്ററിലാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് EFTയുടെ മാസ്റ്റർ കോഴ്സിലാണ്. അതേപോലെ തന്നെ അതില് നമ്മള് എന്താ പറയാ, നമ്മള് എനർജി ഹീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മള് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഫസ്റ്റ് ലെവൽ അത് മതി. അതായത് നമുക്ക് പേടി പോക്കാനും ഉള്ളിലുള്ള എന്താ പറയാ എല്ലാ സംഗതികളും പോക്കാനുള്ള അതിശക്തമായിട്ടുള്ളതോട് കൂടിയുള്ള ഒരു സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ TA-യുടെ ഒരു സെഷനും കൂടി ഈ തവണ നമ്മൾ പുതിയതായിട്ട് ഈ ട്രഷറിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ പുതിയത് ഉൾപ്പെടുത്തുകയാണ്. ഈ തവണ നമ്മൾ ഇതിൽ TA കൂടി അതിന്റെ ബേസിക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും 7 കോഴ്സുകൾ ഉണ്ടാവും ഈ ട്രഷർ എന്ന കോഴ്സ്. അതിന്റെ കൂടെ തന്നെ സത്യത്തിൽ ഈ ട്രഷർ എന്താ പറയാ ഓഫ്ലൈൻ കോഴ്സുകൾ കൊണ്ട് തന്നെ അതിനുള്ള ഫീസുകളൊക്കെ റെഡിയായി. പിന്നെ ഈ ട്രഷർ എന്ന് പറയുന്ന ഒരു നിധി അതെല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ഓരോ ആഴ്ചയും നമ്മുടെ ഉള്ളിലേക്ക് പോകുവാനുള്ള പരിശീലനമാണ് ഉണ്ടാവുക. അതേക്കുറിച്ച് ഇപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല, കാരണം അത് ഇന്ന് രാത്രിയാണ് ആ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതില് ട്രഷറല്ല, അതിന്റെ മുന്നോടിയായിട്ട് എങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് കൃത്യമായി സെറ്റ് ചെയ്യാനുള്ള സെഷൻ ഇന്ന് രാത്രിയാണ് ചെയ്യുന്നത്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ 25-ാം തീയതിയും 1-ാം തീയതിയും എറണാകുളത്തും കോഴിക്കോടുമുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ എന്താ പറയാ, വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഒരു എക്സ്റേ എടുക്കാൻ, ഒരു സ്കാനിങ് എടുക്കാൻ എത്ര ക്യാഷ് വേണം? ഒത്തിരി വേണം. അതൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാർ പറഞ്ഞു വർഷങ്ങളായി ഊരവേദന. ഈ ഊരവേദനയുമായി ജീവിക്കുമ്പോൾ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. എത്രയോ പണം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും, ഒരുപാട് മനസ്സ് മെനക്കെട്ടിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഒഴിവായി കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇനിയും ആരും കാത്തിരിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതൊക്കെ എന്താ പറയാ, ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അതിശക്തമായിട്ടുള്ള ചോദന കൊണ്ടാണ്, അല്ലാണ്ട് വേറെ മറ്റൊന്നുമല്ല. ഫിനാൻഷ്യൽ ഏണിംഗ് ഒന്നുമല്ല ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ സംഭവം തന്നെ വലിയ ഫീസ് കൊടുത്താലും ആൾക്കാർ വരും. നമ്മളിപ്പോ എത്ര, കാരണം ആ രൂപത്തിലുള്ള മാറ്റമാണ് ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നത്. ആ രൂപത്തിലുള്ള മാറ്റമാണ് എത്രയും ആൾക്കാർ തരും. പക്ഷെ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യപ്രദമായിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ വെച്ചത്. എക്സ്പെൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, മെന്റേഴ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുപാട് ഏണിങ്സ് അല്ല എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു.